ചൊക്രമുടി മലനിരകളിൽ നടന്ന കയ്യേറ്റങ്ങളെക്കുറിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചിട്ട് 6 മാസം പൂർത്തിയായിട്ടും നടപടി മാത്രം അകലെ. ഭൂമി കയ്യേറിയതിനോ വ്യാജരേഖകൾ നിർമ്മിച്ചതിനോ അനധികൃതമായി റോഡ് നിർമ്മിച്ചതിനോ പാറ ഖനനം നടത്തിയതിനോ തടയണ നിർമ്മിച്ചതിനോ മരങ്ങൾ വെട്ടിക്കടത്തിയതിനോ എതിരെ യാതൊരുവിധ നടപടിയും റവന്യൂ വകുപ്പ് നാളിതുവരെ കൈക്കൊണ്ടിട്ടില്ല. 2024 സെപ്റ്റംബർ 1-നാണ് SIT ചൊക്രമുടി മലനിരകളിലെത്തി അന്വേഷണം ആരംഭിച്ചത്. 2024 ഓഗസ്റ്റ് 4-ന് വന്ന വാർത്തയെ തുടർന്നാണ് ചൊക്രമുടി മലനിരകളിലെ കയ്യേറ്റത്തെക്കുറിച്ച് പുറം ലോകമറിഞ്ഞത്. ഇതോടെ വൻ പ്രതിഷേധമാണ് സമീപവാസികളുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. ജിയോളജി വകുപ്പ് നടത്തിയ പഠനത്തിൽ മലയുടെ മുകളിൽ നടത്തിയ നിർമ്മാണങ്ങൾ വൻ മലയിടിച്ചിലിന് കാരണമാകുമെന്ന റിപ്പോർട്ടും നൽകി. ഇതിനെ തുടർന്നാണ് ചൊക്രമുടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംരക്ഷണ സമിതി രൂപീകരിച്ചത്. മുൻ IG കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം സ്ഥലത്തെത്തി നടത്തിയ അന്വേഷണത്തിൽ ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും പ്രാഥമികമായി സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് 4 റവന്യൂ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകി. ദേവികുളം സബ് കളക്ടർ ഓഫീസിൽ വെച്ച് ഭൂവുടമകൾ എന്ന് അവകാശപ്പെടുന്നവരുടെ ഹിയറിംഗ് 5 തവണ നടത്തിയെങ്കിലും ആവശ്യമായ ഭൂരേഖകൾ സമർപ്പിക്കുന്നതിന് ഇവർക്ക് സാധിച്ചില്ല. എന്നാൽ ഭൂമി കയ്യേറിയതിനോ വ്യാജരേഖകൾ നിർമ്മിച്ചതിനോ അനധികൃതമായി റോഡ് നിർമ്മിച്ചതിനോ പാറ ഖനനം നടത്തിയതിനോ തടയണ നിർമ്മിച്ചതിനോ മരങ്ങൾ വെട്ടിക്കടത്തിയതിനോ എതിരെ യാതൊരുവിധ നടപടിയും റവന്യൂ വകുപ്പ് നാളിതുവരെ കൈക്കൊണ്ടിട്ടില്ല. ഇതിനിടെ വിവാദ ഭൂമിയിൽ പ്രവേശിച്ച് നീലക്കുറിഞ്ഞി ഉൾപ്പെടെയുള്ള സംരക്ഷിത സസ്യങ്ങൾ നശിപ്പിക്കുകയും തീയിടുകയും ചെയ്തവർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ല. നാട്ടുകാർ നീലക്കുറിഞ്ഞി നശിപ്പിച്ച ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടും ഏതോ ഒരാൾ നശിപ്പിച്ചു എന്ന മൊഴിയാണ് ബൈസൺ വാലി വില്ലേജ് ഓഫീസർ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് നൽകിയത്. തടയണ പൊളിക്കണമെന്ന് തീരുമാനമെടുത്ത ബൈസൺ വാലി പഞ്ചായത്ത് കമ്മിറ്റിയും ഇതിന് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല. ചുരുക്കത്തിൽ അന്വേഷണം 6 മാസം പിന്നിടുമ്പോൾ കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടത്തിയവരെ രക്ഷിച്ചെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.